ഭയങ്കര തിരക്കാണ് വന്നത്. ഒരെണ്ണത്തിനും കോലയും ഇതെന്നത് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോലഞ്ചേരി ഇന്ത്യ കേരളത്തിൽ ഒരെണ്ണത്തിനും ജോലി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ കോലഞ്ചേരിയിലൊരു 50% ആളുകൾ എൻ്റെ പുറകെ നടക്കും. കഴിഞ്ഞ 18 കൊല്ലമായിട്ട് ഈ പിണറായി ഭരിക്കുകയും മറ്റേ കോൺഗ്രസും കൂടെയും ഭരിച്ചൊരു വഴിക്കായി 50% ആളുകൾ എൻ്റെ പുറകെ നടക്കുക. മൊബൈൽ ഫോണും പിടിക്കും, ഇതും പിടിച്ചുകൊണ്ട്. ഇവിടെ ഒരെണ്ണത്തിനും പണിയില്ല. എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ അതിന് പോകില്ല. ഒരെണ്ണത്തിനും പണിയില്ല. എല്ലാം മൊബൈൽ ഫോണും ഇതും പിടിച്ചുകൊണ്ട് എൻ്റെ പുറകെ നടക്കുക. അതിന് കാശ് കൊടുക്കാനായിട്ട് കുറേ ആളുകളുണ്ട്. അത് ഇത്രയും തൊഴിലില്ലായ്മയുള്ളൊരു രാജ്യമായതുകൊണ്ടാണ് ഇത് പ്രശ്നം. മറ്റേ അതിപ്പോൾ കേന്ദ്രത്തിൽ മോഡിയോ മൻമോഹൻ സിംഗ് ആയാലും കേരളത്തിലെ പിണറായിയോ ഉമ്മൻചാണ്ടിയോ ആര് വന്നാലും വലിയ വ്യത്യാസമൊന്നുമില്ല. ഒരെണ്ണത്തിനും കേരളത്തിലെ സിറ്റുവേഷനിൽ തൊഴിലില്ലായ്മ അതിരൂക്ഷമാണ്. 40% 50% ആളുകൾക്ക് പണിയില്ല. എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ആളുകൾ എൻ്റെ പുറകെ നടക്കൂല്ലോ. അപ്പം അതിൽ നിന്ന് തന്നെ 100% ഉറപ്പാണ് പണിയില്ല എന്നുള്ളത്. ഇത്രയും തൊഴിൽ രഹിതരുള്ളതുകൊണ്ടാണ് ആളുകൾക്ക് 50% എൻ്റെ കൂടെ പുറകെ നടക്കും, 10% കള്ളക്കടത്ത് ചെയ്യണം, 10% കള്ളനോട്ട് അടിക്കുന്നു. അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലെ സിറ്റുവേഷൻ പോകുന്നത്. അല്ലാത്തവരൊക്കെ കഞ്ചാവും അത് ഇതൊക്കെ ആയിട്ട് നടക്കുന്നു. കുറേ പേര് ഗുണ്ടകളും മാഫിയകളും ആയിട്ട് കൊട്ടേഷൻ ടീമും മണിക്കൂർ ഇത്ര വെച്ച കൊട്ടേഷൻ. കേരളത്തിലെ ഒരു അവസ്ഥ ഈ രീതിയിലേക്ക് മാറി. തൊഴിലില്ലായ്മ അതിരൂക്ഷം. അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ് കേരളത്തിൽ. ഇത്രയും തൊഴിലുണ്ടെങ്കിൽ ആളുകൾ അതിന് രാവിലെ 8 മണിയാകുമ്പോൾ ജോലിക്ക് പോയി രാത്രി 6 മണിയാകുമ്പോൾ വീട്ടിൽ പോയി വേറൊരു കാര്യത്തിന് അവന് നേരം ഉണ്ടാവില്ല. ഇത് മിക്ക ആളുകൾക്കും തൊഴിലില്ല. രാവിലെ 8 മണിയാകുമ്പോഴത്തേക്കും ഓരോരുത്തർ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് വേറെ ആളുകളുടെ പുറകെ നടക്കും. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അവിടുത്തെ കാശ് കൊടുക്കാനായിട്ട് കുറേ ചെറ്റുകൾ ദുബായിലുണ്ട്. പിന്നെ അവിടെ വല്ലവരും ഉണ്ട്. അവിടെ ഉള്ളവന് കഞ്ഞി കുടിക്കാൻ ഗതിയില്ല. ദുബായ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കഞ്ഞി കുടിക്കാൻ ഗതിയില്ല. അബുദാബിൻ്റെ കാര്യം കുറച്ച് ഓയിലുള്ളതുകൊണ്ട് കഞ്ഞി കുടിക്കും. ഇവന് കഞ്ഞി കുടിക്കാൻ ഗതിയില്ല. അല്ലെങ്കിൽ 18 കൊല്ലം എൻ്റെ പുറകെ ആൾ ഇട്ടുകൊണ്ട് കൊടുക്കണം. അവിടെ കഞ്ഞി കുടിക്കാൻ ഗതിയില്ല എന്നുള്ള കാര്യം 100% എടുക്കണം. കഞ്ഞി കുടിക്കാൻ ഗതിയുണ്ടെങ്കിൽ അവനെ കഞ്ഞി കുടിച്ച് അവിടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ അത് നോക്കി നടക്കുകയല്ലേ ഉള്ളൂ. ഈ എൻ്റെ പുറകെ കാശും കൊടുത്ത് ആളെ വിട്ടിങ്ങനെ നടക്കുമോ? അപ്പം അതിൽ നിന്ന് തന്നെ അവിടെ ഗതിയില്ല, ഗതി മുകേടായി അതിഭയങ്കരമായ പ്രശ്നങ്ങളാണ് എന്നുള്ളത് 100% ഉറപ്പാണ്. ഇത്രയും ആളുകൾ അവനോട് സ്പോൺസർ ചെയ്ത് ദുബായ്
ഗ്രൂപ്പ് ഇവിടെ സ്പോൺസർ ചെയ്തതെന്ന് തന്നെ മനസ്സിലായി. ദുബായ് മൊത്തത്തിൽ പൊട്ടി പൊളിച്ച് പാളീസായി പണ്ടാരടങ്ങിയിരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഗതിയുണ്ടെങ്കിൽ അവനിപ്പോൾ ഒരാൾക്ക് ഹാപ്പി ആയിട്ട് സുഭിക്ഷമാണെങ്കിൽ അവർ വേറെ രാജ്യത്തേക്ക് പോകില്ല. വേറൊരാളുടെ രാജ്യത്ത് പോയി വേറൊരാളുടെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അവനവൻ്റെ രാജ്യത്ത് കാര്യങ്ങൾ നോക്കി നടന്നാൽ മതിയല്ലോ. അതിൽ നിന്ന് തന്നെ അവന്മാർ പൊട്ടി പൊളിഞ്ഞ് പാളീസായി പണ്ടാരടങ്ങിയിരിക്കുക എന്നുള്ളത് 100% ഉറപ്പാണ്. കഞ്ഞി കുടിക്കാൻ പോലും ഗതിയില്ലാന്ന് പറഞ്ഞിട്ട് അബുദാബിയാണ് അതുകൊണ്ട് കുറച്ച് കാശ് കൊടുത്തതെന്നായിട്ട്. കഞ്ഞി കുടിക്കാനുള്ള അരിയും ഗോതമ്പും മേടിക്കാനുള്ള കാശ് അബുദാബി കൊടുത്തതെന്നാണ്.